നോമ്പ് പറഞ്ഞതിൻ്റെ ക്ഷീണമാണ്. നോമ്പ് തുറക്കാനായ ക്ഷീണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി. കറണ്ടില്ലാത്തതുകൊണ്ട് ചെറിയ ചൂടും വിഷമമൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഉമ്മമാർ, സഹോദരിമാർ തിങ്ങിയിരിക്കുകയാണ്. അല്ലാഹു തആല ഇതിനു പകരം നമുക്ക് അർശിൻ്റെ തണൽ നൽകുമാറാകട്ടെ. കറണ്ട് വന്നോ? കറണ്ട് ഇപ്പോൾ വരും ഇൻഷാ അല്ലാഹ്. വളരെ കുറച്ച് സമയമുള്ളൂ. ഇനി അധികം സംസാരിക്കാനൊന്നും സമയമല്ല, ദ്വാരക്കാനേ സമയമുള്ളൂ. പക്ഷെ ഒരു 10 മിനിറ്റ് സംസാരിക്കൽ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമമനുസരിച്ച് ഉമ്മമാർ, സ്ത്രീകൾ ഇതുപോലെ സംഗമത്തിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ഇൽമ് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി വരാനേ പറ്റുള്ളൂ. അപ്പോൾ ഇൽമ് പഠിക്കുക എന്ന ഒരു പദ്ധതി ഇവിടെ ഇല്ലെങ്കിൽ ഈ വരവ് സ്വഹീഹാവൂല. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഇൽമ് പറയൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കി 1-2 വിഷയങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എന്താണ് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇവിടെ ദ്വാരന്ന് തുടങ്ങിയ ഉസ്താദും ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമാപന ദുആഇൻ്റെ തുടക്കത്തിലും നമ്മൾ ആദ്യം പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ അവസാനിപ്പിക്കുമ്പോഴും പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിൽ 17 തവണ നിർബന്ധമായും ബിസ്മി പിന്നെ എല്ലാ സൂറത്തിൻ്റെ തുടക്കത്തിലും ഓതുന്നതാണ് അല്ലേ? പിന്നെ ബിസ്മി ഓതിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആനാണ്. റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ എല്ലാ സൂറത്തിലുമുള്ള ആ ബിസ്മി കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ സൂറത്തിലെ ആദ്യത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവായ റബ്ബുൽ ആലമീനാണ് സർവസ്തുതിയും എന്നാണ് നമ്മൾ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നാണ്. എല്ലാ സ്തുതിയും അതിന് യഥാർത്ഥ അർഹൻ അള്ളാഹു മാത്രമാണ്. ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകർ വളരെ മനോഹരമായി ഇവിടെ സംവിധാനിച്ചു. നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പ്രവർത്തകരെ നമുക്ക് അവരെ പറ്റി പറയാം. നല്ല പ്രവർത്തകർ, അവരെ നമുക്ക് സ്തുതിക്കാം. പക്ഷേ ആ പ്രവർത്തകർക്ക് ഈ നല്ല രൂപത്തിൽ ഇത് സംവിധാനിക്കാനുള്ള മനസ്സും സംവിധാനവും കഴിവും ഒക്കെ കൊടുത്തത് ആരാണ്? അള്ളാഹുവാണ്. അപ്പം യഥാർത്ഥത്തിൽ ഹംദ് അള്ളാഹുവിനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ വിശാലമായൊരർത്ഥമുണ്ട്. ഫാത്തിഹ ഓതുമ്പോൾ, തറാവീഹ് നിസ്കാരത്തിലൊക്കെ ഫാത്തിഹ ഓതുമ്പോൾ ഇങ്ങനെ എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ പോരാ, അതൊന്ന് ചിന്തിച്ചിട്ട് പറയണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലമായ അർത്ഥം എന്താണെന്നറിയോ? ഇന്ന കുല്ല ഹംദിൻ അതാ ബിഹി അഹദും മിനൽ ഹാമിദീന ഫഹുവ ലില്ലാഹ്. ലോകത്ത് ആരൊക്കെ സ്തുതികൾ നടത്തിയിട്ടുണ്ടോ ആ സ്തുതികളുടെ മുഴുവനും യഥാർത്ഥ അർഹൻ അല്ലാഹുവാണ്. ലോകത്ത് ആരൊക്കെ സ്തുതികൾ നടത്തിയിട്ടുണ്ട്? നമ്മുടെ പിതാവായ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. എവിടെ സൃഷ്ടിച്ചത്? സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ആ ആദം നബി അലൈഹിസ്സലാമിൻ്റെ പൊക്കിൾ കൊടിയിലൂടെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിലേക്ക് അല്ലാഹു തആല ആത്മാവിനെ പ്രവേശിപ്പിച്ചു, റൂഹിനെ നിക്ഷേപിച്ചു. ഈ റൂഹ് ശരീരത്തിൽ കയറി കഴിഞ്ഞ ഉടനെ ആദം നബി അലൈഹിസ്സലാം തുമ്മിയ ഉടനെ ആദം നബി എന്താ പറഞ്ഞേ? ഒരു ഉഷാറില്ലല്ല. എന്താ പറഞ്ഞേ? അൽഹംദുലില്ലാ. അപ്പൊ ആദം നബിയാകുന്ന ആദ്യത്തെ മനുഷ്യനെ ജീവൻ നൽകിയിട്ട് ആദ്യമായി ആദം നബി പറഞ്ഞ വാചകമാണ് അൽഹംദുലില്ലാ. ഇനിയോ ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളെ മുഴുവനും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ
പ്രതിസന്ധികളുടെ ലോകം കഴിഞ്ഞ്, ഖബർ കഴിഞ്ഞ്, വിചാരണ കഴിഞ്ഞ്, അർശും കുർസും ലൗഹമൊക്കെ കഴിഞ്ഞ് അവസാനം അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ അവസാനമായി പറയുന്ന ഒരു വാചകമുണ്ട്, ആനന്ദത്തോടെ അവർ പറയുന്ന ഒരു വാചകമുണ്ട്. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിൽ കടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ ആ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ സന്തോഷം കൊണ്ട് പറഞ്ഞു പോകുന്ന ആനന്ദത്തിന്റെ അവസാന വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഖുർആൻ. അപ്പൊ ആദം നബി ആദ്യം പറഞ്ഞതും അൽഹംദുലില്ലാ, അവസാനം സ്വർഗത്തിലെത്തുന്ന മനുഷ്യരും പറയുന്നത് അൽഹംദുലില്ലാ. അപ്പൊ എല്ലാ അമ്പിയാക്കളും പറഞ്ഞ ഹംദ്, ഇബ്രാഹിം നബി തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ പറഞ്ഞ ഹംദ്, മൂസ നബി അലൈഹിസ്സലാം ചെങ്കടലിന്റെ നടുവിലൂടെ വഴിയൊരുക്കി കൊടുത്തിട്ട് ആ ചെങ്കടലിൽ നിന്ന് മഹാനായ മൂസ നബിയും അനുയായികളും രക്ഷപ്പെട്ട സമയത്ത് മൂസാ നബി പറഞ്ഞൊരു അൽഹംദുലില്ലാ ഇല്ലേ, അതിന്റെ ഖനം എത്ര വലുതാണ്, അതിനെത്ര കട്ടിയുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ട് വീടും നാടും ഭാര്യയും മക്കളും ഒക്കെ നശിച്ച് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടപ്പോൾ അയ്യൂബ് നബി പറഞ്ഞു അന്നീ ഖദ് മസ്സനിയല്ലുറു വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, നീ ഒന്ന് കരുണ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട്, രോഗം കൊണ്ട് ഞാൻ ചെറിയ പ്രയാസത്തിലാണ്. എന്നാ ഉർഖുദ് രിജ്ലിക, നിന്റെ കാലൊന്ന് ഭൂമിയിൽ അമർത്ത്. കാലൊന്ന് ചവിട്ടിയപ്പോ അവിടെ നിന്ന് വെള്ളം വന്നു, ആ വെള്ളത്തിൽ കുളിച്ചു, രോഗം മാറി. ആടുകളെ തിരിച്ചു കിട്ടി, മാടുകളെ തിരിച്ചു കിട്ടി, ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായി. ആ ആനന്ദത്തില് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഹംദിന്റെ വലിപ്പം എത്ര വലുതാണ്. ഇരുൾ നിറഞ്ഞ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട യൂനുസ് നബിയെ ദിവസങ്ങൾക്ക് ശേഷം കരയിലേക്ക് തുപ്പുമ്പോ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട യൂനുസ് നബി പറയുന്ന അൽഹംദുലില്ലയുടെ ഖനം എത്ര വലുതാണ്. ഈ ഹംദുകൾ മുഴുവനും കൂട്ടിവെച്ചിട്ടാണ് നമ്മൾ പറയണത് ഇന്ന കുല്ല ഹംദിൻ നതാബിഹി അഹദും മിനൽ ഹാമിദീന ഫഹുവ ലില്ലാഹ്. ആദം നബി മുതൽ അവസാനം സ്വർഗ്ഗത്തിൽ കിടക്കണ മനുഷ്യർ വരെ പറയുന്ന എല്ലാ ഹംദും, അയ്യൂബ് നബിയുടെ ഹംദും, സുലൈമാൻ നബിയുടെ ഹംദും, യൂസുഫ് നബിയുടെ ഹംദും, എല്ലാത്തിൻ്റെയും അർഹൻ അല്ലാഹുവേ നീയാണ് അല്ലാഹ് എന്ന ഒരു സമർപ്പണമാണ് നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു വിശാലമായ അർത്ഥം നമ്മളെ മനസ്സിൽ വന്നിട്ട് നമ്മൾ തറാവീഹ് നിസ്കരിക്കാൻ നിന്ന് നോക്കിയേ, എന്നിട്ട് ആ ഫാത്തിഹ ഓതിയിട്ട് ആ അൽഹംദുലില്ലാ ചൊല്ലി നോക്കിയേ, എന്തൊരു ആനന്ദമായിരിക്കും ആ നിസ്കാരത്തിന്, എന്തൊരു സന്തോഷമായിരിക്കും ആ നിസ്കാരത്തിന്. അല്ലാഹു ആ രൂപത്തിൽ നിസ്കരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ സന്തോഷത്തോടെ പറയണം. ഞാനതാ ചോദിച്ചത് എന്താ വിശേഷം എന്ന്. നമ്മൾ മലയാളികൾക്കൊരു മടിയാണ് അൽഹംദുലില്ലാ പറയാൻ. അറബികളുടെ അടുത്ത് നിങ്ങൾ പോയി നോക്കിയാൽ വണ്ടി അടിച്ചിട്ട് റോട്ടിൽ കാലുമ്മൽ കൂടെ വണ്ടി കയറി ഇറങ്ങിയിട്ട് ചക്രശ്വാസം വലിക്കണ ഒരു അറബിയോട് ചോദിച്ചിട്ട് കൈഫ അലക്കും എന്ന് ചെന്ന് ചോദിച്ചാൽ അയാൾ എന്താ പറയുക? കോയിസ് അൽഹംദുലില്ലാ. മരിക്കാൻ കിടക്കുമ്പോഴും അയാൾ പറയും അൽഹംദുലില്ലാ. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളതാ പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ അന്ന് പുതിയ ഡ്രസ്സും പുതിയ ചെരുപ്പൊക്കെ ഇട്ട് പുതിയ വാച്ചൊക്കെ കെട്ടി ബിരിയാണിയൊക്കെ തിന്ന് സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരാൾ ചോദിക്കാണ് എന്താണ് വിശേഷം? അങ്ങനെ പോണ്, തരക്കടില്ല. മൂന്നാമത്തെ മോളെ കെട്ടിച്ചോടത്ത് ചെറിയ ഒരു പ്രയാസമുണ്ട്. മൂന്നാമത്തെ മോളെ കെട്ടിച്ചോടത്ത് അവളെ മൂന്നാമത്തെ മോന് പരീക്ഷയ്ക്ക് പോയിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടിയിട്ടില്ല, അതിൻ്റെ ടെൻഷനിലാണ്. അപ്പോൾ 2 മക്കളെ കെട്ടിച്ച സന്തോഷം, മൂന്നാമത്തെ മോളെ കെട്ടിച്ചിട്ട് അവരെ 2 മക്കൾ പഠിച്ചിട്ട് ജയിച്ച് ജോലിയിട്ട സന്തോഷം ഒന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ മോൻ ഇൻ്റർവ്യൂവിൽ തോറ്റ വിഷമാണ്. നമ്മളൊരാൾ വിശേഷം ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരിക. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എന്ത് പ്രയാസമുണ്ടെങ്കിലും വിഷമുണ്ടെങ്കിലും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് പറയണം അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞാൽ ലഇൻ ശകർതും ലഅസീദന്നകും ഖാല അല്ലാഹു അസ്സ വജൽ. നിങ്ങൾ അങ്ങനെ അൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് പറയാണോ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി ഞാൻ തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു തആല പറയണേ. പിന്നെന്താ? അപ്പോൾ ഹംദ് നമ്മൾ നല്ലോണം ചൊല്ലണം, മനസ്സറിഞ്ഞ് അതിൻ്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലുന്നവരാകണം.
വമാ മിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി മിനൽ ഹംദ്. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞു പറയുന്നതിനേക്കാളും അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു അമലും വേറെയില്ല. എന്ത് അനുഗ്രഹം കിട്ടിയാലും അൽഹംദുലില്ലാഹ് പറയണം. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കണം, എത്രയെത്ര ഉപ്പമാര് ഉമ്മമാര് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. രാവിലെ അവർ എഴുന്നേറ്റില്ല, മക്കള് വിളിച്ചപ്പോൾ എഴുന്നേൽക്കണില്ല, ഭർത്താവ് വിളിക്കുമ്പോൾ കണ്ണു തുറക്കണില്ല, ആള് മയ്യത്തായി. എത്ര നമ്മൾ കേട്ടിട്ടുണ്ട് മരണം. ഉറക്കമൊരു മരണമാണ്. ആ ഉറക്കത്തിൽ നിന്ന് അല്ലാഹു വീണ്ടും നമുക്കൊരു പുനർജന്മം തന്നിരിക്കുന്നു, പുനർജീവിതം തന്നിരിക്കുന്നു. അപ്പൊ എഴുന്നേറ്റ ഉടനെ പറയണം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി വഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇത് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാത്റൂമിൽ പോയി ഒന്ന് റാഹത്തായാൽ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് അത് പോകാതെ നിൽക്കുന്നവന്റെ വേദന എത്ര വലുതാണ്. ഒരു മലബന്ധമുണ്ടായാൽ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ്. അപ്പൊ നല്ലതുപോലെ ഒന്ന് ബാത്റൂമിൽ പോയാൽ പുറത്തിറങ്ങുമ്പോൾ പറയണം, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഹംദ് കൂടെ ഉണ്ടാകണം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് ഹംദെന്ന് ഹബീബ് റസൂലുള്ളാഹി. അഫ്ളലുദ് ദുആഇ അൽഹംദുലില്ലാഹ്. കുറേ ദ്വാരക്കണമെന്നില്ല. ദുആയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ്. നമുക്കൊരു 100 രൂപ കിട്ടിയിട്ട് പടച്ചോനെ എനിക്കൊരു 200 രൂപയും കൂടി തരണമെന്ന് ദ്വാരക്കണ്ട. ആ 100 രൂപ കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, അള്ളാഹു 200 വേറെ തരും. അഫ്ളലുദ് ദുആഇ അൽഹംദുലില്ലാഹ്. അതുപോലെ അവിടുന്ന് പറഞ്ഞു, മാന്നമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ ഫഖാല അൽഹംദുലില്ലാഹ് ഇല്ലാ കാനല്ലദീ അഅതാഹു അഫ്ളല മിമ്മാ അഖദ്. അവൻ പിടിച്ചതിനേക്കാളും വലിയ അനുഗ്രഹം അല്ലാഹു ഒരു ലഭിച്ച അനുഗ്രഹത്തിന് അൽഹംദുലില്ലാഹ് പറഞ്ഞ മനുഷ്യന് അതിനേക്കാളും വലിയ അനുഗ്രഹം തീർച്ചയായും അല്ലാഹു കൊടുക്കുമെന്ന് കളവ് പറയാത്ത മുഅ്ജിസത്തിന്റെ നാവുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന ഖൈറ ഇബാദില്ലാഹി യൗമൽ ഖിയാമത്തി അൽ ഹാമിദൂൻ. ഖാല റസൂലുള്ളാഹി. മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട ഹദീസുകൾ ബറക്കത്തിന് വേണ്ടി ഞാനങ്ങ് വായിച്ചു പോയതാണ്. ഇന്ന ഖൈറ ഇബാദില്ലാഹി യൗമൽ ഖിയാമത്തി അൽ ഹാമിദൂൻ. ഖിയാമത്ത് നാളില് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഖൈറായ അടിമകൾ ആരാണെന്നറിയുമോ? അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയുന്നവരാ. അല്ലാഹു ചെയ്ത ഓരോ അനുഗ്രഹങ്ങളും ഇങ്ങനെ ചിന്തിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഹാമിദീങ്ങളായ ആളുകളാണ് ലോകത്ത് നാളെ മഹ്ശറയിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരെന്ന് ഹബീബ് റസൂലുള്ളാഹി. അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ മീസാനിന് വലിയ ഭാരമുണ്ടാക്കും. നന്മയും തിന്മയും ഇങ്ങനെ കൃത്യമായി തൂക്കുന്ന ഒരു തുലാസിൽ നമ്മുടെ നന്മ തിന്മകൾ ഇങ്ങനെ കൃത്യമായി വെക്കുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ കാരണം തിന്മയുടെ തുലാസിന് ഭാരം കൂടുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ അധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടോ, തംലഉൽ മീസാൻ, അത് നിങ്ങളുടെ മീസാനിന് ഭാരം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ മനസ്സറിഞ്ഞ് സ്തുതിക്കുന്നവരാകണം. ഫാത്തിഹയിൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അത് മനസ്സറിഞ്ഞിട്ടുള്ളൊരു പറച്ചിലാകണം. ആദം നബി മുതൽ അന്ത്യനാൾ വരെയുള്ള നിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച് ഹൃദയത്തിൽ തട്ടി അൽഹംദുലില്ലാഹ് പറഞ്ഞ കോടാനുകോടി മഹാന്മാരുടെ ഹംദ് മുഴുവനും അതിന് മുഴുവനും അർഹൻ അല്ലാഹുവേ നീ തന്നെയാണ്. നീയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീക്കുണ്ടാരം വലിയ എയർ കണ്ടീഷൻ സംവിധാനമാക്കിയത്. നീയാണ് അയ്യൂബ് നബിയുടെ കാലിഞ്ചുവട്ടിൽ നിന്ന് രോഗശമനത്തിന്റെ വെള്ളം കൊടുത്തത്. നീയാണ് മൂസാ നബിക്ക് ചെങ്കടൽ പിളർത്തി കൊടുത്തത്. നീയാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്
അലൈഹിസ്സലാമിനെ കപ്പലുണ്ടാക്കി രക്ഷാകവചം നിർത്തത്. ആ കപ്പലോടാൻ അടുപ്പിൽ നിന്ന് വെള്ളമുണ്ടാക്കി ജൂദീയ പർവ്വതം വരെ ഉയർന്നു നിൽക്കുന്ന വെള്ളത്തിന്റെ വലിയ ജലപ്രളയമുണ്ടാക്കിയിട്ട് നൂഹ് നബിയുടെ കപ്പൽ നിയന്ത്രിച്ചത് റബ്ബേ നീ തന്നെയാണ്. യൂനുസ് നബിയുടെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും നീയാണ്. യൂസുഫ് നബിയെ ജയിലറയിൽ നിന്ന് കൊണ്ടുപോയി രാജാവാക്കിയതും നീ തന്നെയാണ്. അവരൊക്കെ പറഞ്ഞ അൽഹംദുലില്ലയുടെ കനമെത്രയാണ്. അതിന് മുഴുവനും യഥാർത്ഥ അർഹൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അല്ലാഹ് നീ മാത്രമാണ്. ഈ ഒരു സമർപ്പണത്തിന്റെ ബോധത്തോടെ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ, ദുആ ചെയ്യുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ആമീൻ പറയുമ്പോൾ ഈ ഒരു ആത്മാർത്ഥമായ വിശാലമായ അർത്ഥം നമ്മളെ മനസ്സിൽ കൊണ്ടുവന്നിട്ട്, റബ്ബേ കാഴ്ചയുള്ള എൻ്റെ കണ്ണ്, വലിയ മാടകൾക്ക് വലിയ തോല് പോലത്തെ ഈ മാടകൾ കൊണ്ട് കാണുക എന്ന ഒരു മഹാത്ഭുതം സൃഷ്ടിച്ചു തന്ന റബ്ബ്, ഈ അസ്ഥിവഞ്ചരങ്ങൾ കൊണ്ട് പാടക കേൾക്കാനുള്ള കഴിവ് തന്ന റബ്ബ്, ഈ കയ്യൻ്റെ വിരലിൻ്റെ ഈ തോലിന് തൊട്ടാൽ അവസ്ഥകളെ തൊട്ടറിയാനുള്ള കഴിവ് തന്ന റബ്ബ്, ഈ നാവാകുന്ന മാംസകഷണത്തില് രുചികൾ തിരിച്ചറിയാനുള്ള കഴിവ് നിക്ഷേപിച്ച റബ്ബ്, അൽഹംദുലില്ലാ. എത്ര പറയാനുണ്ട്, എത്ര ചിന്തിക്കാനുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്. നമ്മുടെ തലയിലെ തലച്ചോറിലെ ഞരമ്പുകളെ വലിച്ചു നീട്ടിയിട്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നീട്ടിവെച്ചാലും ഒരു മനുഷ്യൻ്റെ തലയിലെ തലച്ചോറിൻ്റെ നീളം തീരൂല. അത്രയും വലിയ ഞരമ്പുകളെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സംവിധാനിച്ച് കൃത്യമായി പരിപാലിക്കുന്ന അർഹമുർ റഹീമായ റബ്ബ്, ആ റഹ്മാനായ റബ്ബിനെ അറിഞ്ഞിട്ട് പറയണം അൽഹംദുലില്ലാ. അവൻ തന്ന അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു ഹംദ് മതി നമ്മളെ മീസാനിൽ കനം കൂടാൻ, നമ്മൾ ഖൈറുൽ ഇബാദ്, ആഖിറത്തിൽ ഏറ്റവും ഉത്തമരായ ജനങ്ങളാകാൻ, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്യുന്ന ആളുകളാകാൻ, എല്ലാം ഈ ഒരു ഹംദ് മതി. അപ്പം മനസ്സറിഞ്ഞ് നമ്മൾ ആരെന്ത് വിശേഷം ചോദിക്കുമ്പോഴും നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് പറയണം അൽഹംദുലില്ലാ. സന്തോഷമാണ്. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ദുനിയാവിലുണ്ടാവും. അള്ളാഹിനോട് കൂടുതൽ അടുത്ത ആളുകളാകുമ്പോൾ കൂടുതൽ പ്രയാസങ്ങളുണ്ടാകും. പ്രവാചകന്മാർക്ക് വലിയ പരീക്ഷണങ്ങളുണ്ടായി, ഔലിയാക്കൾക്ക് അതിനേക്കാളും ചെറിയ പരീക്ഷണങ്ങളുണ്ടായി, അതിൻ്റെ താഴെയുള്ള സലഫു സാലിഹ്യങ്ങൾക്ക് അതിനേക്കാളും കുറഞ്ഞ പരീക്ഷണങ്ങളുണ്ടായി. ഒരു പനിയോ ഒരു കൊല്ലായിട്ട് ഒരു പനിയും ഇല്ലെങ്കിൽ അള്ളാഹു അവനെ മറന്നു എന്ന് വിചാരിക്കട്ടെ എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു കൊല്ലായിട്ട് എനിക്കൊരു അസുഖമില്ല എന്ന അഭിമാനം പറയണ്ട. ഇടയ്ക്കിടയ്ക്കൊരു രോഗമോ ഒരു പനിയോ ഒരു ക്ഷീണമോ ഒന്നും വരുന്നില്ലെങ്കിൽ അള്ളാഹനെ അവൻ പേടിക്കട്ടെ, അള്ളാഹു അവനെ മറന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കട്ടെ. നമുക്ക് ദുആയിലേക്ക് കടക്കാം. ബറക്കത്തിനൊരു ചെറിയ ചരിത്രം പറയാം. അള്ളാഹുവിൻ്റെ മാസമായ റമളാനാണല്ലോ, അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മഗ്ഫിറത്ത് തേടേണ്ട മാസമാണല്ലോ. ആ പടച്ചോനിക്ക് നമ്മളോടുള്ള സ്നേഹത്രയാണെന്നറിയോ? ഒരു ചെറിയ ചരിത്രം ബറക്കത്തിന് പറഞ്ഞിട്ട് നമുക്ക് ദുആരക്കാം. അള്ളാഹു നമ്മളെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ 30 കൊല്ലം അയാൾ ജീവിച്ചു. പ്രായപൂർത്തിയായതിൻ്റെ ശേഷം 30 കൊല്ലം അയാൾ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അയാൾ അള്ളാഹ് എന്ന് പറഞ്ഞില്ല. ആൾ മുസ്ലിമൊക്കെ തന്നെ, പക്ഷേ അള്ളാഹ് എന്ന് പറയാൻ അയാൾ തയ്യാറായില്ല. അള്ളാഹ് എന്ന് പറയാൻ അയാൾ തയ്യാറായില്ല. അയാൾക്ക് ആരോഗ്യവും സമ്പത്തും സംവിധാനവും ഒക്കെ അള്ളാഹ് കൊടുത്തപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ രമിച്ചിട്ട് അള്ളാഹിനെ മറന്നിട്ട് തോന്നിയതുപോലെ വ്യഭിചാരവും കള്ളുകുടിയും ചൂതാട്ടവും പിടിച്ചുപറിയും എല്ലാ തോന്നിയാസവും ചെയ്ത് അയാൾ ജീവിച്ചു. 30 കൊല്ലം കഴിഞ്ഞപ്പോൾ മലക്കുകൾ വന്നിട്ട് പടച്ച റബ്ബിനോട് പറയുന്നുണ്ട്, പടച്ചോനെ ഇനിയും അവനെ നീ തീറ്റി പൊറ്റിയാണോ? ഇനിയും നീ അവൻ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുകയാണോ? ഈ അനുഗ്രഹങ്ങൾ മുഴുവനും നീ കൊടുത്തിട്ട് നിന്റെ വായുവും നിന്റെ വെള്ളവും നിന്റെ ഓക്സിജനും നിന്റെ ഭൂമിയും നിന്റെ ആരോഗ്യവും എല്ലാം അനുഭവിച്ചിട്ട് നിന്നെ മറന്ന ഈ തെമ്മാടിയായ മനുഷ്യന് ഇനിയും നീ വാരിക്കോരി കൊടുക്കുകയാണോ പടച്ചോനെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു തആല പറയുന്നുണ്ട്, സാരല്ല, അവനെ ഞാൻ അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ എന്നെ മറന്നുപോയതാണ്. ജിബ്രീൽ അവൻ്റെ ഹാർട്ടിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന ആയിരക്കണക്കിന് രക്തധമനികൾ, രക്തക്കുഴലുകളില്ലേ, ആ രക്തക്കുഴലുകളിൽ നിന്ന് ഒരു രക്തക്കുഴൽ നീ ഒന്ന് ബ്ലോക്ക് ചെയ്യണം ജിബ്രീലേ. അല്ലാഹു തആല പറയാൻ, നമ്മളെ ഭാഷ പറഞ്ഞ ഒരു സ്ട്രോക്ക്, ഒരു അറ്റാക്ക്, ഒരു ബ്ലോക്ക് ആ മനുഷ്യന് കൊടുക്കാൻ അല്ലാഹു കൽപ്പിക്കാൻ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവൻ്റെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന 30-40 വർഷമായിട്ട് ഒരു കേടുമില്ലാതെ പമ്പ് ചെയ്തിരുന്ന ആ രക്തക്കുഴലുകളിൽ നിന്ന് ഒരു രക്തക്കുഴല്
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് ബ്ലോക്ക് ചെയ്തപ്പോ അയാൾക്ക് കഠിനമായ നെഞ്ചുവേദന വന്നു, സ്ട്രോക്ക് വന്നു, അറ്റാക്ക് വന്നു. അപ്പൊ നെഞ്ചത്ത് കൈവച്ചിട്ട് അയാൾ അവിടെ തളർന്നിരുന്നപ്പോ വിളിച്ചു അല്ലാ അല്ലാ. വേദന വന്നപ്പോ അവൻ വിളിച്ചു അല്ലാ. ഈ കഠിനമായ വേദന വന്നപ്പോ അവൻ വിളിച്ചു അല്ലാ. ആ സമയത്ത് അള്ളാഹു അവൻ ഉത്തരം നൽകുന്നത് എന്താണെന്നറിയോ? ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ച ചരിത്രമാണ്. ലബ്ബൈക അബ്ദി ഐന കുൻത തിൽകൽ മുദ്ദാ. ഈ 30 കൊല്ലവും നന്ദികേട് കാണിച്ച് തെമ്മാടിയായി നടന്ന മനുഷ്യന് നെഞ്ഞത്ത് വേദന വന്നപ്പോൾ അള്ളാഹിനെ വിളിച്ചപ്പോ നമ്മൾ പറയില്ലേ, ചില ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോ ഇപ്പൊ അവനക്ക് കുറച്ച് അസുഖമൊക്കെ വന്നപ്പോൾ അവൻ പള്ളിയിൽ വരിക. രോഗി അവൻ നല്ല ആരോഗ്യത്തോടു കൂടി വന്നപ്പോൾ നിസ്കരിക്കാനൊന്നും ഉണ്ടായില്ല. അവനിപ്പേ രോഗം വന്ന് പരീക്ഷണം കുറച്ച് കടമൊക്കെ വന്നപ്പോൾ അവൻ പള്ളിയിൽ വരികയാണെന്ന് പറഞ്ഞ് പരിഹസിക്കാറില്ലേ? പരിഹസിക്കണ്ട. അള്ളാഹു ചിലപ്പോൾ ആ നേരത്ത് അവനെ സ്വീകരിക്കും. അത് പറഞ്ഞതിൻ്റെ പേരിൽ അതുവരെ നിസ്കരിച്ചാൽ നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ പോകും. നമ്മളാരെയും പരിഹസിക്കാനും വിലയിരുത്താനും പോണ്ട. അള്ളാഹു തആല ആർക്കാണ് ഹിദായത്ത് കൊടുക്കുക എന്ന് പറയാൻ, നമ്മളെ ഹിദായത്തിൻ്റെ കാര്യം മാത്രം ചെന്നിട്ട് ടെൻഷൻ അടിച്ചാൽ മതി. വേറെ ഒരാളെ ഹിദായത്തിൻ്റെ കാര്യവും നമ്മൾ നോക്കണ്ട. അത് നോക്കിയിട്ട് നമ്മളെ ഇബാദത്ത് നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. ഈ മനുഷ്യൻ ഇത് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് എന്താ അറിയോ? ലബ്ബൈക അബ്ദീ. അള്ളാഹു തആല ഉത്തരം ചെയ്യാണ് ഈ അടിമക്ക്. ഈ ലബ്ബൈക അബ്ദീ എന്നുള്ള പദത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ലോകത്ത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന ഒരാളെ ഉത്തരം ചെയ്യാൻ പറ്റിയ ലോകത്തെ ഏറ്റവും നല്ല പദം, ഏറ്റവും റെസ്പെക്റ്റുള്ള പദം, ഏറ്റവും സ്നേഹം കലർന്ന ബഹുമാനമുള്ള പദം ലബ്ബൈക്ക് എന്നുള്ളത്. അതിനേക്കാളും നല്ലൊരു വാക്ക് വിളിച്ച ആൾക്ക് ഉത്തരം ചെയ്യാൻ വേറില്ല. ഉണ്ടെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഉത്തരം ചെയ്തേനെ. കാരണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉത്തരം ചെയ്തത് എന്തെന്നാണ്? ലബ്ബൈക യാ റസൂലല്ലാഹ് എന്നായിരുന്നു. മാത്രമല്ല, ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്നാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പദം ഉപയോഗിച്ചിട്ടാണ് അല്ലാഹു തആല ആ മനുഷ്യനെ ഉത്തരം ചെയ്യുന്നത്. ലബ്ബൈക അബ്ദി ഐന കുൻത തിൽകൽ മുദ്ദ. എവിടെയായിരുന്നു നീ ഇത്ര കാലം? സ്നേഹത്തോടെ അല്ലാഹു ചോദിക്കാണ്. ഈ വേദന വന്നപ്പോൾ നീ എന്നെ ഓർത്തുവല്ലേ? നിനക്ക് തൗബയുടെ മനസ്സുണ്ടോ? ഞാൻ പുറത്തു തരാൻ റെഡിയാണ്. ഇതാണ് ഈ റമളാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10ലും നമ്മൾ ഓർക്കേണ്ടത്. അല്ലാഹു നമുക്ക് പുറത്തു തരാൻ തയ്യാറാണ്. അവൻ വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയാണ്. ഈ റമളാനിൻ്റെ രാപ്പകലുകളിൽ ഈ മഗ്ഫിറത്തിൻ്റെ 10ന്റെ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഒരു 5 മിനിറ്റെങ്കിലും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ചിന്തിച്ചിട്ട് കണ്ണിൽ നിന്നൊരു 2 തുള്ളി കണ്ണുനീരിറ്റിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി, പൊറുക്കണേ അല്ലാ എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ റമളാന് ലഭിച്ചിട്ടും പാപം പൊറുക്കാത്തവനെ അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ തൊട്ട് അകറ്റട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ആമീൻ പറഞ്ഞ് ദുആ നിർവഹിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മദീനത്തെ പള്ളിയിലെ മിമ്പർമ വെച്ചിട്ടാണ്. സ്വീകരിക്കൂന്ന് ഉറപ്പാണ്. അതുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒറ്റക്കിരുന്ന് അള്ളാഹിനെ ഓർത്ത് കരഞ്ഞിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഈ മഗ്ഫിറത്തിൻ്റെ 10 കഴിയണതിൻ്റെ മുമ്പ് പൊറുക്കലിനെ ചോദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സന്നദ്ധരാകണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ദ്വാരക്കണം. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി ദ്വാരക്കണം എന്നോർമ്മപ്പെടുത്തി നമുക്ക് ദുആ നടത്തി പിരിയ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരി ക്യാൻസർ ബാധിച്ചു 2 കൊല്ലം മുമ്പ് ക്യാൻസർ വന്ന് മാറിയതാണ്. ഇപ്പോൾ വീണ്ടും വയറുവേദന വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ കുടലിൻ്റെ മേലെ തടിപ്പാണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ്റെ സാഹചര്യത്തിലാണുള്ളത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട്, മഹദറത്തുൽ ബദരിയുടെ ബറക്കത്തുകൊണ്ട്, ഈ പരിശുദ്ധമായ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ നീ പൂർണ്ണമായ ശിഫാ നൽകണേ റഹ്മാനെ. ആജിലായ ശിഫാ നൽകി ആ സഹോദരിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. SSLC പരീക്ഷയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ഫുൾ A+ കൂടി വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹു തആല ഫുൾ A+ കൂടി വിജയിക്കട്ടെ. ഫുൾ A+ കിട്ടിയാൽ മാത്രമേ വിജയിക്കുള്ളൂ എന്ന ഒരു ധാരണ മാതാപിതാക്കൾക്ക് ഉണ്ടാകരുത്. ജസ്റ്റ് പാസ്സായാലും ചിലപ്പോൾ ഫുൾ A+ കിട്ടിയതിനേക്കാൾ ഉഷാറായിട്ട് ആ കുട്ടി മാറാം.
ഫുൾ A+ കിട്ടിയാൽ മാത്രമേ വിജയമാകുള്ളൂ, അല്ലെങ്കിൽ പരാജയമാണ് എന്നുള്ള ഒരു ബോധമോ അതിൻ്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്തലോ ഒന്നും പാടില്ല. അല്ലാഹു തആല നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ എല്ലാ മക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്കോളർഷിപ്പ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം, അല്ലാഹു തആല അത് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു ആ പരീക്ഷയിൽ വിജയിക്കാനും ആ സ്കോളർഷിപ്പ് കിട്ടാനും അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ സുധീർ എന്ന് പറയുന്ന നമ്മുടെ അയൽവാസിയായിരുന്ന സഹോദരൻ, അവരുടെ ഉപ്പ അല്ലാഹു അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഭാര്യ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിനും ആ സുധീർ എന്ന സഹോദരനൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. അവരുടെ ജീവിതം അല്ലാഹു ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചു. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചമുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് 75% ഒരു സഹോദരൻ അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സഹായിച്ചു. ബാക്കി ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ആ വിഷയത്തിൽ സഹായിച്ചു, ഭീമമായ സംഖ്യ കൊടുത്ത് സഹായിച്ചു. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവർക്കും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും ഖബറിൽ വെളിച്ചം കിട്ടാൻ അള്ളാഹു ആ സ്വതക്ക കാരണമാക്കുമാറാകട്ടെ. ഈ കാണുന്ന സ്ഥാപനം ലക്ഷങ്ങൾ ചെലവഴിച്ച് ഈ ഭൂമിയും ഇതിൻ്റെ ഈ കാണുന്ന രൂപത്തിലുള്ള സീറ്റും ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ പ്രവാസികളുടെ കഠിനാധ്വാനമുണ്ട്, നാട്ടുകാരുടെ കഠിനാധ്വാനവും സഹായവുമുണ്ട്. അതിന് പ്രവർത്തിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു വലിയ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് ഖൈർ നൽകുമാറാകട്ടെ. അതുപോലെ യൂസുഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 5000 രൂപ ഇന്നത്തെ ഭക്ഷണത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാര്യ ഹസീന എന്ന സഹോദരി സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ പ്രവാസിയായ ഭർത്താവിന് വലിയ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അവരുടെ മക്കൾക്ക് അള്ളാഹു ഖൈർ നൽകട്ടെ. വീട്ടിലും മക്കളുടെ പഠനത്തിലൊക്കെ പുരോഗതി നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കുമാറാകട്ടെ. ഇന്നത്തെ പരിപാടിയിലേക്ക് ചീരണി കൊണ്ടുവന്ന സഹോദരിമാരുണ്ട്. അള്ളാഹുവെ നീ അത് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യണേ റഹ്മാനെ. ഇവിടുത്തെ റമദാൻ കിറ്റിലേക്കും മറ്റ് സ്വാതന്ത്ര്യം ഫണ്ടിലേക്കൊക്കെ സഹായിച്ച ആളുകളുണ്ട്. ഇതിനൊക്കെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. നല്ല ഒരു ദുആ മഹ്ലറത്തുൽ ബദരിയയുടെ വിശാലമായൊരു ദുആ നേരത്തെ അബ്ബാസ് ഉസ്താദ് നടത്തിയിട്ടുണ്ട്. ചെറിയ ദുആ നടത്തി. ഇൻഷാ അല്ലാഹ് നമുക്കിത് പിരിയണം. സഹോദരിമാർക്കൊക്കെ വീട്ടിലേക്ക് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തേണ്ടതുകൊണ്ട് ചെറിയ ദുആ നടത്തുകയാണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആമീൻ പറയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ദായിമൻ ലിദവാമിക വബാഖിയൻ ലിബഖായിക വഖാലിദൻ ലിഖുലൂദിക സിനത അർശിക വറിളാ നഫ്സിക വമിദാദ കലിമാതിക സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അദദ മാ ദക്കറഹു ദാകിറൂന വഅദദ മാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ അളീമായ രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ഇഫ്താറിനോടടുത്ത സമയത്ത് പവിത്രമായ വെള്ളിയാഴ്ചയുടെ പകലിൽ പരിശുദ്ധമായ റമദാനിലെ മഗ്ഫിറത്തിന്റെ പത്തിൽ ഈ ഇൽമു പഠിപ്പിക്കപ്പെടുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് വേദിയായ ഈ പരിശുദ്ധമായ ദീനീ സംവിധാനത്തിന്റെ ചാരത്തൊരുമിച്ച് കൂടിയ ഈ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരി സഹോദരന്മാര്, പ്രവർത്തകര്, കുഞ്ഞുമക്കള് എല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ നീ ചേർക്കണേ അല്ലാഹ്. ഇവിടെ നടന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും ഇഫ്താറുകളുടെയും മിസ്ലു സവാബ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് അംബിയാ, മുർസലീങ്ങൾ, മുഖറബുകളായ മലക്കുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ, അസ്വഹാബുൽ ബദരീങ്ങൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ, അഹ്ലുൽ ബൈത്ത്, ആശിഖീങ്ങൾ, മാദിഹീങ്ങൾ എല്ലാ മഹാന്മാരെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ സാദാത്തുക്കളായ ബദരീങ്ങളെ ഹദ്റത്തിലെത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ നേതാവ് താജുൽ ഉലമയുടെ ഹദ്റത്തിലെത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട നദീർ അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഹദ്റത്തിലെത്തിക്കണേ അല്ലാഹ്. ഇവിടെ പറയപ്പെട്ടവല്ലാത്തതുമായ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഹദ്റത്തിലേക്ക് ഞങ്ങളെ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, ഞങ്ങളാക്കിയ പ്രവർത്തകര്, നേതാക്കള് എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ സിദ്ദിഖാടെ ഉമ്മ ഈ അടുത്താണ് മരണപ്പെട്ടു പോയത്. ആ ഉമ്മയുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ പൂർണ്ണമായ വെളിച്ചം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ സാധുക്കളായ പാവങ്ങളായ ഞങ്ങളുടെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ ഹക്ക് കൊണ്ട്, ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ നിന്റെ ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത മഹാപാപികളാണ് ഞങ്ങൾ. റബ്ബേ, ഈ പരിശുദ്ധമായ സമയത്ത് ഈ മോമിനീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിന്നിലേക്ക് ഉയർത്തിയ ഈ കരങ്ങളെ നീ ഹായിബാക്കി മടക്കല്ലേ അല്ലാ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തില്ലെങ്കിൽ കത്തിയാളുന്ന നരകമാണ് ഞങ്ങളെ അഭയം. സഹിക്കാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല അല്ലാ. നരകത്തിലെ ചൂട് സഹിക്കാൻ, ഖബറിലെ ശിക്ഷ സഹിക്കാൻ കെൽപ്പില്ലാത്ത ഈ പാവപ്പെട്ട അടിമകളെ കയ്യിലാകെയുള്ള ആയുധം നിന്റെ മഹാന്മാരായ ബദരീങ്ങളോടുള്ള മഹബ്ബത്താണ്, നിന്റെ ഔലിയാക്കളോടുള്ള സ്നേഹമാണ്. നിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച ഇത്തരം ഏതാനും സമയങ്ങളോ സമ്പത്തുകളോ നിമിഷങ്ങളോ മാത്രമേ ഞങ്ങളെ കയ്യിലുള്ളൂ. ഞങ്ങൾ എത്ര വലിയ പാപികളാണെങ്കിലും നിന്റെ റഹ്മത്ത് വിശാലമാണ്. മഗ്ഫിറത്തുക ഔസഉ മിൻ ദുനൂബിനാ വറഹ്മത്തുക അർജാ ഇൻദനാ യാ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. വിശാലമായ മഗ്ഫിറത്ത് തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ രോഗങ്ങളുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ ബാധിച്ചു ഓപ്പറേഷന് വിധേയമായ സഹോദരിക്ക് ദ്വാരക്കാൻ പറഞ്ഞു. പല രോഗങ്ങളും പറഞ്ഞ് എഴുതി തന്നവരുണ്ട്. ഈ കൂട്ടത്തിൽ ഈ മജ്‌ലിസിലുള്ള ഉപ്പമാരും ഉമ്മമാരും സഹോദരിമാര് സഹോദരങ്ങളുടെ രോഗങ്ങൾ അറിയുന്ന അല്ലാഹ്, എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്. കിഡ്നി ഫെയിൽഡാക്കല്ല അല്ലാഹ്. അറ്റാക്കും ബ്ലോക്കും തരല്ല അല്ലാഹ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പരിഹരിക്കാനാകാതെ താങ്ങാനാകാതെ തളർന്നു പോകുന്ന അവസ്ഥകൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. യാ ഷാഫിയ അല്ലാഹ്, നീ ഞങ്ങൾക്ക് വിശാലമായ ശിഫാ നൽകണേ അല്ലാഹ്. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫാവും ഹിഫ്ളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാഹ്. നിന്നിലേക്കതാ അസ്മാഉൽ ഹുസ്ന ചൊല്ലി, അസ്മാഉൽ ബദർ ചൊല്ലി നിന്നിലേക്ക് ഈ സമയത്തുയർത്തിയ കരങ്ങൾ ഞങ്ങളെ ആവശ്യം പറഞ്ഞ് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ ഉയർത്തേണ്ട ഗതികേട് നീ ഞങ്ങളെ ജീവിതത്തിൽ വെക്കല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളെ ഇജ്ജത്ത് പണയം വെക്കുന്ന ജീവിതം ഞങ്ങൾക്ക് തരല്ല അല്ലാ. ഞങ്ങളെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ല അല്ലാ. മരണം വരെ ഒരു മഖ്ലൂഖിന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് ഞങ്ങൾക്കോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മുത്തഖീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. യാത്രകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഇബാദത്തുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സന്താനങ്ങളിൽ, സമ്പത്തുകളിൽ, ദാമ്പത്യ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ദീനീ പ്രവർത്തനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മരണം വരെ നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ ത്വാഅത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ, സാധുക്കളായ പാവങ്ങളായ ഞങ്ങൾക്ക് നീ തന്ന എല്ലാ വിഷയത്തിലും ഖൈറും ബറക്കത്തും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു തരണേ അല്ലാ. ആസ്റ്റർ മെഡിസിറ്റിയിൽ 9 വയസ്സുള്ള ഒരു കുട്ടി പനി ബാധിച്ച് ചികിത്സയിലാണ്. അല്ലാഹുവേ, നീ പൂർണ്ണമായ ആജിലായ ശിഫ നൽകണേ അല്ലാ. താമായ ശിഫ നൽകണേ അല്ലാ. നിന്റെ ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് എളുപ്പത്തിലുള്ള ശിഫ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, സോഷ്യൽ മീഡിയ രോഗത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെ ഫോട്ടോയും വെച്ച് പിരിവെടുക്കുന്ന ഒരു ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നൽകരുതേ അല്ലാ. വല്ല രോഗങ്ങളെ കൊണ്ട് നീ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പകരം സ്വബർ നൽകണേ അല്ലാ. സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ നേതാവ്, ഞങ്ങളെ കരളിന്റെ
കഷ്ണമായ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, അവിടുത്തോടുള്ള ഇഷ്ക്, അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാക്കണേ അല്ലാഹ്. ആ മദഹുകളിൽ ലയിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ലാഹ്. ആ ഇത്തിബാ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മോശമായ കാലമാണ്, ഒരു കെണിവലയും ഞങ്ങളെയോ ഞങ്ങളെ കുടുംബങ്ങളെയോ ഞങ്ങളെ മക്കളെയോ പെടുത്തല്ല അല്ലാഹ്. ലഹരിയുടെ അഡിക്റ്റുകളാക്കല്ല അല്ലാഹ്. അനാവശ്യമായ പ്രണയങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. ആത്മഹത്യ ചെയ്ത് ദുർമരണത്തിലേക്ക് പോകുന്ന അവസ്ഥ ഒരാൾക്കും വിധിക്കല്ല അല്ലാഹ്. റോട്ടിൽ കിടന്ന് പെടഞ്ഞു മരിക്കേണ്ട ഗതികേട് നൽകരുതേ അല്ലാഹ്. ആക്സിഡന്റുകളിൽ പെടുത്തല്ല അല്ലാഹ്. ICUവിലെ വെന്റിലേറ്ററിൽ കുടുംബക്കാരെ പോലും കാണാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെയുള്ള മരണം ഞങ്ങൾക്ക് വിധിക്കല്ല അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കീറി മുറിക്കുന്ന മയ്യത്തുകളാക്കരുതേ അല്ലാഹ്. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. നിന്റെ വിശാലമായ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വിവാഹം ആവശ്യമുള്ളവർക്ക് ഹൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. മഖബൂലായ ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം. നീ അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അവസാനം ഈ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രതിഫലം നിന്നെ കാണലാണ്. ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് തന്ന, കണ്ണ് തന്ന, കാത് തന്ന, എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തന്ന, ഈ ദുനിയാവ് ഞങ്ങൾക്ക് സംവിധാനിച്ചു തന്ന, സമാധാനത്തോടെ നോമ്പെടുക്കാനുള്ള ഈമാനും ഇസ്ലാമും ഞങ്ങൾക്ക് തന്ന, സ്നേഹമുള്ള ഉമ്മവാപ്പമാരെ ഭാര്യ മക്കളെ ഞങ്ങൾക്ക് തന്ന റബ്ബേ, നിന്നെ ഒന്ന് കാണാൻ നീ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഭാഗ്യം തരണേ അല്ലാഹ്. അതിന് പറ്റുന്ന നോമ്പായി ഞങ്ങൾ നോമ്പ് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാമെല്ലാമായ ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നേതാവ് സുൽത്താനുൽ ഉലമക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ഖൈറിന്റെയും ഞങ്ങളെ എല്ലാ വിജയത്തിന്റെയും കാരണം ഞങ്ങളെ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദാണ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ സാദാത്തുക്കൾക്ക് മുഴുവനും നീ ആഫിയത്തും ഇസ്സത്തും നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഫലസ്തീനിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നോമ്പ് തുറക്കുമ്പോഴും ബോംബ് വീഴുമെന്ന പേടിയിലാണ്. അവർക്ക് വിജയം നൽകണേ അല്ലാഹ്. സബർ നൽകണേ അല്ലാഹ്. اللهم عليك باليهود اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم شهر رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا يا غفار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളുടെ ഒക്കെ ദുആയിൽ ഈ പാവപ്പെട്ടവനെയും കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. എൻ്റെ എല്ലാ ദുആയിലും നിങ്ങളുണ്ടാവും. അസ്സലാമു അലൈക്കും.